ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് ഒരു നൂതനമായ ആശയമാണ്. രണ്ട് ലക്ഷ്യമാണ് അതിലൂടെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നത്. ഒന്ന്, നമുക്ക് കേരളത്തിൽ ഭൂമി ലഭ്യത വ്യവസായങ്ങൾക്ക് വളരെ കുറവാണ്. അപ്പോൾ അതിന് സാധ്യമാകുന്ന ഭൂമിയെല്ലാം വ്യവസായ ആവശ്യങ്ങൾക്കും വിനിയോഗിക്കാൻ നിയമപ്രകാരം കഴിയുന്നതെല്ലാം ഉപയോഗിക്കണമെന്ന് തന്നെയാണ് സർക്കാർ കരുതുന്നത്. രണ്ട്, നമ്മുടെ കുട്ടികൾ ഇപ്പോൾ പണ്ടൊക്കെ സർവകലാശാല നോക്കിയാണ് വിദേശത്ത് പഠിക്കാൻ പോയിരുന്നെങ്കിൽ ഇന്ന് രാജ്യങ്ങളിലേക്കാണ് പോകുന്നത്. അവര് അവിടുത്തെ കോഴ്സിന്റെ ഘടനയേക്കാൾ ചെല്ലുമ്പോൾ തന്നെ അന്വേഷിക്കുന്നത് പാർട്ട് ടൈം ജോലി ലഭിക്കുമോ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ തന്നെ പഠിക്കുന്നതോടൊപ്പം തന്നെ ജോലിക്ക് കൂടി സാധ്യതയുണ്ടെങ്കിൽ അത് നമ്മുടെ കുട്ടികളെ ഇവിടെ തന്നെ നിലനിർത്താൻ സഹായകരമായിരിക്കും. ഈ രണ്ട് ലക്ഷ്യമാണ് വ്യവസായ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത്. റൂറൽ ടെക്നോളജിയെ കുറെ കൂടി നമുക്ക് ബൂസ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്ന രീതി ഇപ്പം കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി കോളേജിൽ അവിടെ അവർ പല യൂണിറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലസ്റ്റർ സംവിധാനം പോലെ തന്നെ ഇപ്പം നമ്മുടെ ഈ ഫുഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ചെറിയ ആശയങ്ങളോടെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ പല സ്ഥാപനങ്ങൾ അവരൊരുമിച്ചൊരു ക്ലസ്റ്ററായിട്ട് വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കൊരു പ്രധാനപ്പെട്ട വിഷയം അവിടെ കോമൺ ഫെസിലിറ്റി സെന്റർ, ഇപ്പോൾ ലാബ് ടെസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ ഈ പൊതു കോമൺ ഫെസിലിറ്റി സെന്റർ അത്തരം കാര്യങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം ഗവൺമെന്റ് ഈ പദ്ധതിയുടെ ഭാഗമായി തന്നെ നൽകുന്നുണ്ട്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ അദ്ദേഹം പറഞ്ഞ കോളേജ് അമൽജ്യോതി കോളേജ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കോളേജാണ്. അവർ സമീപിച്ചിരുന്നു. റിയൽ ടൈം ഇൻഡസ്ട്രിയിൽ കുട്ടികൾക്ക് പരിശീലനം നൽകാനും അതോടൊപ്പം തന്നെ ഈ പുറത്തേക്കുള്ള മൈഗ്രേഷൻ ഒരു വരെ തടയാനും അതോടൊപ്പം തന്നെ ഒരു മാനേജ്മെന്റ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റിൽ അവർക്ക് കൂടുതൽ പ്രാവീണ്യം നേടാനും ഒക്കെ തന്നെ അവരുടെ പഠനകാലത്ത് തന്നെ തയ്യാറാക്കുന്ന ഈ പദ്ധതിയെ വളരെ ആത്മാർത്ഥമായി തന്നെ അഭിനന്ദിക്കുകയാണ്. പക്ഷേ കേരളത്തിൽ മാത്രമല്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് ഇത്തരം രീതിയിലെ ക്യാമ്പസുകളിൽ വരുന്നത്. റൂറൽ ടെക്നോളജി എന്നുള്ളത് നമ്മൾ ഇതിനകത്ത് പ്രയോറിറ്റി നൽകുന്നത് ഒന്ന്, ക്യാമ്പസുകൾക്കകത്തുനിന്നുള്ള അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷന്റെ റിസർച്ച് ഔട്ട്പുട്ടിന്റെ ഇൻഡസ്ട്രിയലായ പ്രൊഡക്ഷൻ. രണ്ട്, അവിടുത്തെ തന്നെ ഫാക്കൽറ്റിയുടെ പ്രൊജക്ടുമായി ബന്ധപ്പെട്ടുള്ള ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻ. മൂന്ന്, അലുമിനി ആയിട്ടുള്ള ആളുകളുടെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള യൂണിറ്റുകൾ. നാല്, പൊതുവായിട്ടുള്ള യൂണിറ്റുകൾ. ഇങ്ങനെ 4 കാറ്റഗറി ആയിട്ടാണ് അവിടെ നൽകേണ്ടത്. പിന്നെ ഈ സ്ഥാപനത്തിന് അംഗീകാരം നൽകിക്കഴിഞ്ഞാൽ അതിന്റെ മറ്റു കാര്യങ്ങളിലൊന്നും ഗവൺമെന്റ് ഇടപെടുന്നതല്ല. അവർക്ക് പൂർണ്ണമായിട്ടും ഈ പൊതുവായ മാർഗനിർദ്ദേശ തത്വങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും.